السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه. പ്രിയങ്കരനായ അധ്യക്ഷൻ, ദുബായ് സുന്നി സെന്ററിന്റെ സമാദരണീയനായ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഹാമിദ് പഴമത്തങ്ങൾ അവർകളെ, ആദരണീയനായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് അവർകളെ, ആദരണീയനായ ഇബ്രാഹിം നിർച്ചാണ്ടി സാഹിബ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സി എച്ച് സെന്റർ ചെയർപേഴ്സൺ ഡോക്ടർ ജുബൈർ ഫദവി, വേദിയിലെതിരായിട്ടുള്ള ദുബായിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ഒക്കെ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ കൂടിയ പ്രിയ സഹോദരന്മാരെ സുഹൃത്തുക്കൾ, ദുബായ് സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് മലപ്പുറത്ത് ജില്ലാ SYSന്റെ നേതൃത്വത്തിൽ നടന്ന ശരീഅത്ത് സംരക്ഷണ റാലി, അതുപോലെയുള്ള നാട്ടിലെ വിവിധ സംഘടനകളും അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം ഉമ്മത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ശരീഅത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദുബായ് സുന്നി സെന്റർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വലിയ സംഘം ഇതേറെ പ്രസക്തമാണ്. നാട്ടിലെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി അത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രേരക ശക്തിയായി ദുബായിലും അതുപോലെ തന്നെ GCCയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സുന്നി സെന്ററുകളും അതുപോലെ തന്നെ KMCCയും മറ്റു നമ്മുടെ പ്രാസ്ഥാനികമായിട്ടുള്ള സംഘടനകളുമെല്ലാം അവയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി, ആ ഭീഷണിയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും, ശക്തമായി അത്തരം ഭീഷണികളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് നമ്മുടെ സമുദായം ആ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ചിന്തകളിലുമാണല്ലോ നമ്മുടെ സമുദായം. അത്തരമൊരു പശ്ചാത്തലത്തിൽ ജന്മനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ, ജന്മനാട്ടിലെ നമ്മുടെ മാതൃ സമുദായം അനുഭവിക്കുന്ന ഭീഷണി, ആ ഭീഷണിയിൽ പ്രവാസി സമൂഹത്തിനുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ നിരാശയും അതിവിടെ പ്രകടമാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. ഈ വിഷയവുമായി ഡോക്ടർ ഫദവി ഇവിടെ പ്രഭാഷണത്തിൽ, അതുപോലെ തന്നെ ഇബ്രാഹിം കല്ലായി സാഹിബ് ഒക്കെ ഇവിടെ ഇത് സംബന്ധമായിട്ട് ഉള്ള ആധികാരികമായിട്ടുള്ള പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യാദൃശ്ചികമായിട്ടാണെങ്കിലും ദുബായ് സുന്നി സെന്ററിന്റെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ട്. ഒന്നാമത് നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇവിടുന്ന് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, കുറെ കാലമായി സുന്നി സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പല കാരണങ്ങളാലും ഞങ്ങൾ പറയുകയാണ്, സുന്നി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ പൊതുവെ ദുബായിലെ നിയമങ്ങളും മറ്റുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വലിയ സംഗമം തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യം ബഹുസ്വരതയുടെ സൗന്ദര്യം, ബഹുസ്വരതയുടെ സംഗീതം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. 5000 വർഷത്തിന്റെ ഇന്ത്യയുടെ പാരമ്പര്യം, ആ പാരമ്പര്യം തന്നെ യൂണിഫോം സിവിൽ കോഡിനെതിരാണ്. കാരണം ആ പാരമ്പര്യത്തിൽ സ്വാമിമാരും മഹർഷിമാരും
ഔലിയാക്കളും സൂഫി വര്യന്മാരും അവരൊക്കെയാണ് ഇന്ത്യയുടെ ആ പാരമ്പര്യത്തിന് ശക്തി പകർന്നിട്ടുള്ളത്. അവരാരും തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചിലരൊക്കെ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഏക സിവിൽ കോഡ് എന്ന് വിളിക്കുന്ന ആ ഒരു സമ്പ്രദായം എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം, ഒരേപോലെ ജീവിക്കണം, ഒരേ ഭാഷ സംസാരിക്കണം, ഒരേ ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് വാശിപ്പിച്ചവരായിരുന്നു. മറിച്ച് അവിടെ ഓരോ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ പരസ്പര ബഹുമാനത്തോടെ അംഗീകരിച്ചു കൊടുത്തൊരു പാരമ്പര്യമാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരം. അവിടെ ഏകമുഖമായ ചിന്താധാരകളെയല്ല നമ്മുടെ പൂർവിക ചരിത്രത്തിൽ നമുക്ക് തിരഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ബഹുമുഖമായിട്ടുള്ള ചിന്താധാരകളാണ്. ബഹുസ്വരത ഉൾക്കൊണ്ടുള്ളവരാണ് അവര്. ഇപ്പൊ അടുത്ത കാലത്തെ ചരിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ തന്നെ മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്നു. അവര് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ട ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ അവരുടെ ചരിത്രം അതാണ്. അദ്ദേഹത്തോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഖാജായെ തേടി വന്നു. എന്തിന്? ഖാജ അന്നും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നില്ല. ഒന്നും അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തെ വന്ന് കണ്ടു, ആശീർവാദം തേടി, അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ സ്വീകരിച്ചു. ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. 5000 വർഷത്തെ ആ പാരമ്പര്യം ഏതാണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ അത് തുടർന്നു എന്നുള്ളത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു ദീർഘകാല ചരിത്രത്തിന്റെ ബന്ധമാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അത് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ അത് നിലനിന്നു. ആരും അതിനെ എതിർക്കുവാൻ മുന്നോട്ട് വന്നില്ല. ഒരു മഹർഷിയും ഒരു സൂഫി പറയുന്നതിനെ എതിർക്കാൻ തയ്യാറായില്ല. ഒരു സൂഫിയും ഒരു മഹർഷിയെ തള്ളി പറയുവാൻ തയ്യാറായില്ല. സൂഫിക്ക് മഹർഷിയെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. മഹർഷിക്ക് സൂഫികളെയും ഔലിയാക്കളെയും ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നു. ഇന്നും ഇന്ത്യ ഏറെ എപ്പോഴും ഇന്ത്യയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമുണ്ട്. നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ. എന്തുകൊണ്ടാണ്? നിസാമുദ്ദീൻ ഔലിയയുടെ പേരിൽ ഒരു ട്രെയിൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ട്രെയിൻ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സ്റ്റേറ്റിലും വിവിധ നിസാമുദ്ദീൻ എക്സ്പ്രസ്സുകളുണ്ട്. ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമല്ല. ഇന്ത്യയുടെ ആ നിയമം അതാണ്, ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആ വലിയനെ നിരന്തരമായി സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി, അജ്മീറിലെ ഖാജ, ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന ഓരോ വിദേശ ഭരണാധികാരിക്കും അജ്മീർ സന്ദർശനം എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഏത് രാജ്യങ്ങളുടെ
പ്രതിനിധികളായാലും അവരാവശ്യപ്പെട്ടാൽ ഇന്ത്യ ഗവൺമെന്റ് അവരെ അവിടെ കൊണ്ടുപോയി സുരക്ഷിതമായി അവരെ ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അതിൽ പ്രത്യേക ഓഫീസറെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് നിയമിക്കും. അപ്പൊ നമ്മുടെ പാരമ്പര്യം, ആ പാരമ്പര്യം തേച്ചു മാച്ച് കളയാൻ സാധ്യമല്ല എന്നുള്ളത് അത് അരക്കിട്ടുറപ്പിക്കപ്പെട്ടതുപോലെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അത് വിവിധ ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പാരമ്പര്യമാണ്. എന്നാൽ ഇപ്പോഴുള്ള ആളുകൾ, ഇപ്പോ ഇന്ത്യൻ ഭരണകൂടം സ്ഥാപിതമായിട്ടുള്ള താല്പര്യങ്ങളോടെ ചിന്തിച്ചുകൊണ്ട് ആ പാരമ്പര്യത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. അത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരത്തെയാണ് നരേന്ദ്രമോദി കത്തിവെക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി നമുക്കറിയാം ഇന്ത്യയിലെ നല്ലൊരു പ്രധാനമന്ത്രി എന്ന് പുറം രാജ്യങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ഭരണാധികാരി ആകണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ചടുലമായിട്ടുള്ള നീക്കങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ അതിലേക്ക് വിരൽ ചൂണ്ടും. അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ. പക്ഷെ ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ യാഥാസ്ഥികനാകുന്നു എന്നുള്ളത്. ഇന്ത്യയുടെ 5000 വർഷത്തിന്റെ പാരമ്പര്യം അത് യാഥാസ്ഥികത്വത്തിന്റെ പാരമ്പര്യമല്ല, അത് മതേതരത്വത്തിന്റെ ബഹുസ്വരതയുടെ പാരമ്പര്യമാണ്. ഈ കൺസർവേറ്റിസം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് ചേർന്നതല്ല, അത് യൂറോപ്യൻ രാജ്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കും അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കൺസർവേറ്റിസം അവർക്ക് അത് ക്യാപിറ്റലിസത്തിലേക്ക് വഴിമാറും. ക്യാപിറ്റലിസത്തിലാണ് അവർക്ക്, അതിലൂടെയാണ് അവർ കൺസർവേറ്റിസം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയെക്കാളൊക്കെ എത്രയോ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണല്ലോ അത്. എന്നിട്ട് പോലും അവർക്ക് കൺസർവേറ്റിസത്തെ അവിടെ അടിച്ചേൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കൂടി ശ്രമിക്കുന്നത് ഈ വലിയൊരു രാജ്യമായ ഇന്ത്യ, ഒരു വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ, ആ രാജ്യത്തെ മുഴുവനും യാഥാസ്ഥിതികതയിലേക്ക് കൊണ്ടുപോകുവാനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യത്തിന് അത് എതിരാണ്. കാരണം അദ്ദേഹത്തെക്കാളും വ്യക്തിപ്രഭാവമുള്ള നേതാക്കളാണ് ഇന്ത്യയിൽ കടന്നു പോയിട്ടുള്ളത്. അത് രാഷ്ട്രീയ നേതാക്കളാകട്ടെ, ഇന്ത്യയിലെ മുൻകാലങ്ങളിലുള്ള ആത്മീയ നേതാക്കളാകട്ടെ. ശ്രീ മോദിയേക്കാളൊക്കെ എത്രയോ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വങ്ങളാണ്. അവരാരും യാഥാസ്ഥികത്വത്തോടെ ചിന്തിച്ചില്ല. അവരൊക്കെ വളരെ പുരോഗമനപരമായി ചിന്തിച്ചു. അതിന്റെ ഫലമാണ് ഒരു യൂണിഫോം സിവിൽ കോഡിന് അവരാരും രൂപ കൊടുക്കാതിരുന്നത്. അവർ പരസ്പരം തള്ളിപ്പറയാതിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരാളുടെ ആശയത്തെ അടിച്ചേൽപ്പിക്കുവാൻ അവർ ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ്. മറിച്ച് അവർ കാഴ്ചവെച്ച ആ സഹിഷ്ണുത ഇന്ത്യ രാജ്യത്തിന് ലോകത്തിന് മുമ്പിൽ എന്നും അഭിമാനത്തോടെ തുറന്നു പറയാൻ കഴിയുന്ന ഇന്ത്യയുടെ സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുതയെ കത്തിവെക്കാനാണ് ഇപ്പോൾ ഏക സിവിൽ കോഡ് വാദവുമായി ചിലർക്ക് രംഗത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റമൊട്ടത്തിൽ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനു മുമ്പിൽ, അതായത് ഈ ഒട്ടകം നടക്കാൻ വേണ്ടി, അല്ല കഴുത നടക്കാൻ വേണ്ടി മുന്നിലെ ഒരു കഴുതക്ക് അതിന്റെ മുകളിലിരിക്കുന്ന ആളിങ്ങനെ ഒരു പട്ട തൂക്കി കൈകൊണ്ട് തൂക്കി വെക്കുമ്പോൾ അപ്പൊ കഴുത അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടക്കും എന്നാണല്ലോ. എന്നതുപോലെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും കഴുതകളാക്കാനാണ് ഇപ്പോൾ മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചൂണ്ടിക്കാണിച്ചിട്ട്? മുത്തലാഖ് എന്നുള്ള ആ ഒരു സാധനം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. കാരണം ഒറ്റയടിക്ക് മുത്തലാഖ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള സമൂഹങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങൾ എത്ര പ്രാകൃതരാണ്, സ്ത്രീ സമൂഹത്തോട് അവര് വല്ലാതെ മോശമായി പെരുമാറുന്നു. മുത്തലാഖിലൂടെ സ്ത്രീകൾ അവരുടെ ഒരു
ആ ലിംഗസമത്വം ഇവിടെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ. അപ്പോൾ പൊതുസമൂഹം വിചാരിക്കും ഇത് ശരിയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് ആകട്ടെ, ഈ സ്ത്രീകളെങ്കിലും സംരക്ഷിക്കാലോ എന്ന് വിചാരിക്കും എന്നാണ് ഇപ്പോൾ അവർ കരുതുന്നത്. പക്ഷേ മുത്തലാഖ് എന്താണ് മുത്തലാഖ് എന്ന് വരപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയുകയും ആരാ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? വേറൊരിടത്ത് പറഞ്ഞാൽ ഇസ്ലാം മുത്തലാഖിനെ നിർബന്ധമായ ഘട്ടത്തിൽ, നിർബന്ധിതമായിട്ടുള്ള ഘട്ടത്തിൽ അത് പ്രയോഗിക്കാമെങ്കിലും ഒരു മുത്തലാഖ് ചൊല്ലിയവനെ ആരെങ്കിലും അയാൾക്കൊരു നല്ല മനസ്സിനുടമയാണെന്ന് ആരെങ്കിലും പറയാറുണ്ട്? ഒരു അബ്നോർമൽ മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ഈ മുത്തലാഖൊക്കെ ചെല്ലാറുള്ളത്. നോർമലായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരൊന്നും അതിനൊന്നും തയ്യാറാകാറില്ല. മുത്തലാഖ് ജില്ലയുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കാരണം നമ്മുടെ മുമ്പിലൊക്കെ അത്ര കേസുകൾ ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് പറയും മുത്തലാഖ് ചെല്ലിയോണ്ടേ ചെല്ലിന്റെ ശേഷം ഉണ്ടാകുന്ന മാനസിക വിഭ്രമവും മറ്റും. അപ്പൊ ദുനിയാവിൽ തന്നെ അള്ളാഹുവിനെ ശിക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുത്തലാഖിന് അതിന്റെ പ്രശ്നമുണ്ട്. മുത്തലാഖ് ചെല്ലിയ ഭാര്യ, ചൊല്ലപ്പെട്ട ഭാര്യ, ഇവന് മാനസിക പരിവർത്തനം വന്ന് പിന്നെ അവളെ തിരിച്ചെടുക്കണം എന്ന് വെച്ചാൽ അവന്റെ കയ്യിലിരുന്ന ആ പരിശുദ്ധിയോടെ പിന്നെ അവളെ തിരിച്ചിട്ടുകയില്ല. അതിന് കുറെ പ്രോസസ്സ് വേറെ കഴിയാനുണ്ട്. അപ്പൊ ദുനിയാവ് തന്നെ അള്ളാഹു അനുസരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മുത്തലാഖിനെ ചൂണ്ടിക്കാണിച്ച് ഏക സിവിൽ കോഡ് വാദവുമായി വന്നിട്ടുള്ളവർ അതൊന്നും ഇന്ത്യയിൽ നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇവിടെ മുസ്ലിംകള് അങ്ങനെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുവാൻ വന്നാൽ ആശയപരമായോ ശാരീരികമായിട്ട് ഞാൻ പറയുന്നു, ആശയപരമായി കടന്നാക്രമണം ചെയ്യാൻ വന്നാൽ അവരുടെ മുമ്പിൽ മുൻകാല അനുഭവങ്ങളിലൂടെ ആവർത്തിക്കപ്പെടും എന്ന് മാത്രമേ എനിക്ക് ഞാൻ പറയൂ. മുൻകാല അനുഭവം എന്തായിരുന്നു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1980 അന്നും ഷാബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പ്രിയപ്പെട്ട കല്ലായിക്കൊടുവിന് അവർക്ക് ആ കാലത്ത് അത് വളരെ വിശദീകരിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഷാബാനു കേസിന്റെ ആ പശ്ചാത്തലത്തിൽ അന്ന് ഇന്ത്യൻ ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. കോടതികൾ തന്നെ അതിനെ വിമർശിച്ചു. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും അതിനെ വിമർശിച്ചു. അവസാനം എന്തായി? ഇന്ത്യൻ പാർലമെന്റ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഒരു കവചമായി മാറി എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ. കാരണം നമ്മുടെ ഭരണഘടനയുടെ ആ മാനവികതയാണ് അന്ന് കാണുവാൻ സാധിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് പുലരുവോളം ചർച്ച ചെയ്തു. സ്ത്രീ സംരക്ഷണ നിയമം പാസാക്കി. മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക വിധിവിലക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ഇന്ത്യൻ പാർലമെന്റ് കൽപ്പിച്ചത്. വിമർശകന്മാർക്ക് ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലല്ലോ. മഹാനായ ബനാത് വാല സാഹിബ് അദ്ദേഹം അവതരിപ്പിച്ച ബില്ല് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി തന്നെ അത് പൈലറ്റ് ചെയ്തു എന്നുള്ളതാണ്. മുസ്ലിം ജീവനാംശ ബില്ല്, മുസ്ലിം സംരക്ഷണ ബില്ല്, സ്ത്രീ സംരക്ഷണ ബില്ല് എന്ന പേരിൽ അന്ന് ഇന്ത്യൻ പാർലമെന്റ് യഥാർത്ഥത്തിൽ മാനവികതയുടെയും മതേതരത്വത്തിന്റെയും സംരക്ഷണ വേദിയായി മാറുകയായിരുന്നു. ഇന്ത്യക്കാരനായതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. അവിടെ ഭൂരിപക്ഷ അഭിപ്രായങ്ങളുടെയോ മറ്റോ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിന്. പക്ഷെ സംഭവിച്ചത് എന്താണ്? അവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന്റെ വേദിയായി ഇന്ത്യൻ പാർലമെന്റ് മാറുകയായിരുന്നു. മുസ്ലിം നിയമങ്ങൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് ചെയ്തത്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലക്ക് നമുക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നത്. ആ പാർലമെന്റ് അവിടെ നിലനിൽക്കുന്നു, ബഹുസ്വര സമൂഹം അവിടെ നിലനിൽക്കുന്നു, ബുദ്ധിയുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ അവിടെ നിലനിൽക്കുന്നു.
ആ സമൂഹത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. പിന്നെ യുപിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നീക്കമായി നിങ്ങൾ അത് ചെയ്തോളൂ. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിനെ തൊട്ടുകളിക്കുക ഇന്ത്യയിലെ ഒരു മുസ്ലിം വിശ്വാസിയും അനുവദിക്കുകയില്ല എന്ന ചരിത്രം, ആ ചരിത്രം തന്നെയാണ് ഇനിയും അവിടെ ആവർത്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാരും വിഷമിക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ കരുതിയിരിക്കും. നമുക്കെതിരെ വരുന്ന ആശയപരമായി നമ്മെ കടന്നാക്രമിക്കാൻ വരുന്നവർ ആശയപരമായിട്ട് തന്നെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കുവാൻ സാധിക്കും. ഇസ്ലാമിക ശരീഅത്ത് ആശയ സമ്പന്നമാണ്. ആ ശരീഅത്തിന്റെ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ശരീഅത്തിനെതിരെ വരുന്ന നീക്കങ്ങളെ നമുക്ക് തടയിടുവാൻ സാധിക്കും. പക്ഷെ അത് പറയാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത്. നമ്മൾ മറ്റാരെങ്കിലും പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാതിരുന്നു കൂടാ. അല്ലെങ്കിൽ നമ്മൾ പരസ്പരം തമ്മിൽ തല്ലി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഇതിനൊക്കെ അവഗണിക്കുവാനും പാടില്ല. ചിലരൊക്കെ അങ്ങനെ തയ്യാറാകും. സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ എന്ത് തന്നെ ആയാലും, ഇവിടെ എന്ത് നിയമങ്ങൾ വന്നാലും സാരമില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരൊക്കെ വാസ്തവത്തിൽ സമുദായത്തിന്റെ ഐക്യം തകർക്കുന്നു, ഭിന്നത പടർത്തുന്നു. അതിന്റെ പേരിൽ നമ്മുടെ ശബ്ദങ്ങൾ വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ ടാർഗറ്റിൽ പതിക്കേണ്ടതിന് പകരം നമ്മുടെ ശബ്ദങ്ങൾ വ്യതിചലിച്ചു പോയാൽ അത് ശത്രുക്കൾക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റ ശബ്ദമായി ഇസ്ലാമിക ശരീഅത്തിന് ഇന്ത്യ രാജ്യത്ത് അതിന്റെ പാരമ്പര്യം അതാണ്, അതിനെ നിലനിർത്താൻ, അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറാൻ മഹാനായ ശംസുൽ ഉലമയും മഹാനായ നദ്വി സാഹിബും എന്റെ സഹോദരൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളും അവരൊക്കെ ഒരേ വേദിയിൽ അണിനിരന്നുകൊണ്ട് കോഴിക്കോടിന്റെ നഗരവീഥികളെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ട് മുമ്പ് അവർ ഇളക്കി മറിച്ചത് വാസ്തവത്തിൽ അത് കാണാൻ ഇന്ത്യൻ പാർലമെന്റിന്റെ കണ്ണുകൾക്ക് സാധിച്ചു എന്നുള്ളത്. കോഴിക്കോട് നഗരം ഡൽഹിയിൽ നിന്ന് വളരെ അകലെയായിരിക്കാം. പക്ഷേ അന്ന് കോഴിക്കോട് നഗരത്തിൽ ആ മുസ്ലിം ശരീഅത്ത് സംരക്ഷണ റാലി അരങ്ങേറിയപ്പോൾ അതിന്റെ പ്രതിധ്വനി ഇന്ത്യൻ പാർലമെന്റിന് അവഗണിക്കുവാൻ സാധിച്ചു. ഇന്ന് മലപ്പുറത്ത് നടന്ന റാലിയും അത് തന്നെയാണ്. ഇന്ന് മലപ്പുറത്തിന്റെ തെരുവീതികളിൽ നടന്ന റാലിയും അവഗണിക്കാൻ ഇന്ത്യൻ പാർലമെന്റിനോ സൗത്ത് ബ്ലോക്കിനോ സാധ്യമല്ല എന്ന സത്യം ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഐക്യത്തോടെ പരസ്പര സ്നേഹത്തോടെ നമ്മുടെ സമുദായത്തിന്റെ ഇസ്സത്തിനെ കാത്തുസൂക്ഷിച്ച് ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ജനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു.